ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു വിവാദ പ്രസ്താവന കൂടി വന്നിരിക്കുകയാണ്. ഗോത്രകാര്യ വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വരണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിലും വിവാദം കനക്കുകയാണ്. ബ്രാഹ്മണനോ നായിഡുവോ ചുമതലയിൽ വന്നാൽ ആദിവാസി വിഭാഗത്തിന്റെ പുരോഗതി ഉണ്ടാകുമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ പ്രസ്താവന. ട്രൈബൽ മന്ത്രിയാകണമെന്നത് തന്റെ ആഗ്രഹമായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആദ്യം എന്താണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് കേൾക്കാം. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതി, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി അദ്ദേഹം വീണ്ടും രംഗത്തെത്തി. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത്. ആ വാക്കുകൾ കൂടി കേൾക്കാം, അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇത് കാലത്തൊരു പരാമർശമല്ല, ഹൃദയത്തിൽ നിന്ന് വന്നാണ്. അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ എടുത്ത് വളച്ചൊടിച്ചിട്ടാണ്. പൂർണ്ണമായിട്ട് പറഞ്ഞത് ഇട്ടിട്ടുമില്ല. ഞാൻ പറഞ്ഞത് 38,500 കോടി രൂപ ആദിവാസികൾക്ക് വേണ്ടി നീക്കിവെച്ചത് അവരുടെ ജീവിതത്തിൽ എവിടെ എത്തിയെന്നൊന്ന് കാണിച്ചു തരണം ഉദ്യോഗസ്ഥർ. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി. നോബിൾ, നേരത്തെ തന്നെ ബ്രാഹ്മണ്യം പ്രസ്താവനയിൽ വിവാദത്തിലായ ആളാണ് സുരേഷ് ഗോപി. ഇന്നിപ്പോൾ വീണ്ടും അദ്ദേഹം നടത്തിയ പ്രസ്താവന വലിയ ചർച്ചയാകുന്നു. അത് തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് തടിയൂരാനുള്ള ശ്രമമാണോ നമ്മൾ കാണുന്നത്? വിനിത, രാവിലെ ദില്ലിയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഈ ഉന്നത കുലജാതർ പരാമർശം അദ്ദേഹം നടത്തിയത്. ആദിവാസി വിഭാഗങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഉന്നത കുലജാതർ ആകണം, അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യും, ബ്രാഹ്മണനോ അല്ലെങ്കിൽ നായിഡുവോ ആ വകുപ്പ് കൈകാര്യം ചെയ്യണം എന്നടക്കമുള്ള പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. താൻ ആ പദവിയിൽ താൻ ആ മന്ത്രിസഭയിൽ എത്താൻ ആഗ്രഹിച്ചിരുന്നു. അതായത് ആദിവാസി വിഭാഗങ്ങളുടെ മന്ത്രിയാകാൻ താൻ ആഗ്രഹിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് താൻ പ്രധാനമന്ത്രിയോട് അടക്കം അത് ആഗ്രഹം ഉന്നയിക്കുകയും ചെയ്തതാണ്. പക്ഷേ രാജ്യത്തെ ഒരു വ്യവസ്ഥ പ്രകാരം ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾ മാത്രമാണ് ആദിവാസി വിഭാഗത്തിന്റെ മന്ത്രിയാവുകയുള്ളൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ പരാമർശം വലിയ തരത്തിൽ വിവാദമാവുകയും പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഇപ്പോൾ എന്താണെങ്കിലും അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. നിലവിൽ ഉണ്ടായ വിവാദത്തിൽ നിന്ന് തലയുരുന്നതിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്രമന്ത്രി എന്താണെങ്കിലും ഈ പ്രസ്താവന പിൻവലിച്ചിരിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം. അദ്ദേഹം വ്യക്തമാക്കുന്നത് വേർതിരിവ് വേണ്ട എന്ന് മാത്രമാണ് താൻ ആ പരാമർശത്തിൽ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രസ്താവന പിൻവലിക്കുന്നു. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വിശദീകരണവും ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് താൻ ആ പ്രസ്താവന പിൻവലിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി എന്താണെങ്കിലും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഈ ഉന്നത കുലജാതർ പരാമർശം ഭരണഘടനാ ലംഘനമാണ് എന്ന് പല പ്രധാനപ്പെട്ട എംപിമാരും, പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണനെ പോലെയുള്ള കേരളത്തിലുള്ള എംപിമാരടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിഭാഗവുമായി അടുത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളും ഇതിൽ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്താണെങ്കിലും വിവാദം കൊഴുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ അത് തിരുത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. തന്റെ നിലപാട്, തന്റെ ആ പ്രസ്താവന താൻ പിൻവലിക്കുന്നു എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത്. നേരത്തെ അദ്ദേഹം മുൻപും സമാനമായ തന്നെ പല പരാമർശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ ഉന്നത കുലജാതരുമായി ബന്ധപ്പെട്ടും ബ്രാഹ്മണ്യമൊക്കെയുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ നടത്തിയ പരാമർശം വലിയ വിവാദമായി. എന്താണെങ്കിലും നിലവിലത്തെ പശ്ചാത്തലത്തിൽ വിവാദത്തിന് തലയുറുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പ്രസ്താവന പിൻവലിക്കുന്നു എന്ന നിലപാട് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വിനീത, ശരി. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പ്രസ്താവനയും പിന്നീട് അദ്ദേഹം തിരുത്തുന്നത് നമ്മൾ കണ്ടു. ഏതായാലും